വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. ചരിത്രപരമായ ചുവടുവെപ്പെന്ന് കെ.പി. നൌഷാദ് അലി എം.എൽ.എ. ലഹരിയിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും എം.എൽ.എ. പുരോഗമനപരമായ ചുവടുവെപ്പാണ് ഇതെന്നും മദ്യമെന്ന് കേൾക്കുമ്പോൾ മുൻവിധിയോടെ സമീപിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതെന്നും കെ.പി. നൌഷാദ് അലി പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നവർക്ക് കാര്യം വ്യക്തമായി മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ശാസ്ത്രീയമായ നികുതി ഘടനയാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന അബ്കാരി നയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണിത്. അത് LDFന്റെ കാലത്തെ അബ്കാരി നയമാണ്. അത് നടപ്പിലാക്കി എന്നതു മാത്രമാണ് ഇപ്പോഴത്തെ പ്രത്യേകത. കെ.പി. നൌഷാദ് അലി പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതാണ് തീരുമാനം. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്, നിർബന്ധിച്ച് കുടിപ്പിക്കുക എന്നല്ല അർത്ഥം. വീര്യം കൂടിയ മദ്യം കഴിക്കുന്നവരെ കുറഞ്ഞ മദ്യത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് അർത്ഥം. ആരോപണത്തിനുള്ള ഇടം ഏതാണെന്ന് മനസ്സിലാക്കുന്നില്ല. ചരിത്രപരമായ ചുവടുവെപ്പാണിത്. മദ്യവർജനം എന്ന ലക്ഷ്യം മുൻനിർത്തി വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് ക്രമാനുഗതമായി ലഹരിയിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക എന്ന വിശാല ലക്ഷ്യമാണ് പിന്നിൽ. മനസ്സ് തുറന്ന് ഇതിനെ സമീപിക്കണമെന്നും കെ.പി. നൌഷാദ് അലി പറഞ്ഞു. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.